എളിയവനെ നാം എപ്പോഴും ആദരിക്കണമെന്ന്. എളിയവൻ എന്ന് പറയുന്നത് ആരാ? എളിയവനും ദരിദ്രനെന്ന് പറയുന്നത് ഒരേപോലെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വേദഭാഗമാണ്. എളിയവനും ദരിദ്രനും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതായത് എളിയവനെന്ന് പറയുന്നത് ഹല്ലേലൂയ സാമൂഹ്യമായും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും അധംപതിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എളിയവൻ. സാമൂഹികമായും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും അധംപതിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എളിയവൻ എന്ന് പറയുന്നത്. ഈ മനുഷ്യനെ, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആദരിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് അടുത്ത് പറയപ്പെടുന്നത്. അവരെ ഒന്നാം വാക്യം തന്നെ വായിക്കുന്നു. വായിച്ചാട്ട് നോക്കണമേ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥം എളിയവനെ അല്ല, സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ബലഹീനപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിടുവിച്ചാൽ ഹല്ലേലൂയ, ദൈവം അവനെ അനർത്ഥ ദിവസത്തിൽ അവനെ വിടുവിക്കുമെന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് സഭയുടെ പരിപാലനം നടക്കുന്നത് പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ്. പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സഭ ഉൾക്കൊള്ളുന്നത് 2-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിൽ പൗലൂസിനെ വിളിച്ച് വേർതിരിക്കപ്പെടുന്നു. പൗലൂസിനെ വിളിച്ച് വേർതിരിക്കപ്പെട്ടിട്ട് 3 വർഷം പൗലൂസ് പത്രോസുമായിട്ടൊന്ന് നേരിട്ട് കാണാൻ കാത്തിരുന്നു. പക്ഷേ പത്രോസിനോടല്ല പൗലൂസ് കൂടുതൽ കാത്തിരുന്നത്, യാക്കോബിനോടാണ്. അപ്പം പത്രോസിനേക്കാൾ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിൽ നിന്ന് പൗലൂസിനെന്തോ പഠിക്കാനുണ്ടായിരുന്നു, അല്ലേ? പൗലൂസിനെന്തോ പഠിക്കാനുണ്ടായിരുന്നു. അത് നിങ്ങൾ യാക്കോബിൻ്റെ ലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്ന ഒരു ഭാഗമുണ്ട്. 14 പ്രാവശ്യം സഹോദരന്മാരെ എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്ന ഭാഗമുണ്ട്, സഹോദരങ്ങളെ എന്ന. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരീക്ഷ എന്തിനു വരുന്നു? സ്ഥിരത ഉളവാകാനാണെന്ന്. അടുത്ത് വീണ്ടും പരീക്ഷ എന്തിനു വരുന്നു? കൊള്ളാവുന്നവനായി തെളിയാനാണെന്ന്. അടുത്ത് വീണ്ടും പരീക്ഷ എന്തിനു വരുന്നു? യഹോവയുടെ രാജകീയ പ്രമാണം ആചരിക്കും. ഇങ്ങനെ കുറേ സഹോദരങ്ങളെ എന്ന് വിളിച്ച് പറയപ്പെടുന്ന വേദഭാഗങ്ങൾ അല്ലെ യാക്കോബിൻ്റെ ലേഖനത്തിലുണ്ട്. 14 വട്ടം, 1ഉം 2ഉം അല്ല, 14 പ്രാവശ്യം പറയപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. ആ യാക്കോബ് പൗലൂസിന് നിർദ്ദേശം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ഗലാത്യ ലേഖനത്തിലാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ആ ഭാഗം അത് വായിക്കാൻ. അപ്പം നോക്കണമേ, സഭയ്ക്കകത്ത് കൊടുക്കുന്ന ഉദ്ദേശം, സഭയ്ക്കകത്ത് യാക്കോബ് കൊടുക്കുന്ന നിർദ്ദേശം ആരെ ഓർക്കണമെന്ന്? ദരിദ്രരെ, എളിയവരെ ഓർക്കണമെന്ന ഒരു നിർദ്ദേശം ഇവിടെ യാക്കോബ് പൗലൂസിന് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവിന് ദാവീദ് പുത്ര എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. ഈ ദാവീദിന് നല്ലൊരു സംബന്ധാലോചന വന്നു, അല്ലേ? ശൗലിൻ്റെ മകളെ സംബന്ധാലോചന വരുമ്പോൾ
ദാവീദ് ശൗലിനോട് പറയുന്ന ഒരു വാക്ക്, 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. കണ്ട, ദാവീദ് ഇവിടെ പറയുകയാണ്, 40 ദിവസം കൊണ്ട് ഇസ്രായേൽ ഗോത്രത്തെ, ഇസ്രായേൽ രാജാവിനെ, ഇസ്രായേൽ രാജ്യത്തെ മുഴുവനും വെല്ലുവിളിച്ച് നിന്ന ഗോലിയാദിനെ കൊന്നതൊന്നും അല്ല ദാവീദിന് പറയാനുള്ളത്. ഞാൻ എളിയവനും ദരിദ്രനുമാണ്. ദാവീദിനുള്ള ക്വാളിറ്റി ഒന്ന് പറഞ്ഞേ. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കാനുണ്ടായ ക്വാളിറ്റി ഒന്ന് പറഞ്ഞേ. ഈ ക്വാളിറ്റികളെല്ലാം മാറ്റി വെച്ചിട്ടാണ്, തനിക്ക് ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ, എളിയവനാണ്, ദരിദ്രനാണ്. ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കാനുള്ള ക്വാളിറ്റി 16-ാം അധ്യായം ഒന്നെടുത്ത് അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിച്ച്. നോക്കണമേ, ഇത്രയും ക്വാളിറ്റികൾ ദാവീദിനുണ്ട്. കോമളരൂപിയാണ്, വാക്ചാതുര്യമുള്ളവനാണ്, യോദ്ധാവാണ്, കിന്നര വായനയിൽ നിപുണനാണ്. ഇത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിലും ദാവീദിൽ കാണുന്ന ക്വാളിറ്റി എളിയവനും ദരിദ്രനും. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ ക്വാളിറ്റിയാണ് ഉണ്ടാകേണ്ടത്. ദൈവസന്നിധിയിൽ നമ്മൾ ആരായിരിക്കണം? എളിയവനും ദരിദ്രനും ആയിരിക്കണം. മനസ്സിലായ? സഭയ്ക്കകത്ത് ദൈവം കൊടുക്കുന്ന ദൂതത നിങ്ങൾ ആരെയാണ് ഓർക്കേണ്ടത്? എളിയവനെയും ദരിദ്രനെയും ഓർത്തുകൊള്ളുക എന്ന് മാത്രമാണ് ദൈവം സഭയോട് പറയുന്ന ദൂത്. ഉന്നത കുലജാതകന്മാരെയോ പിതൃപാരമ്പര്യത്തിലുള്ളവരെയോ ഒന്നുമല്ല, എളിയവനെയും ദരിദ്രനെയും ഓർത്തുകൊള്ളുക. അതിന് ഒരു കാരണമുണ്ട്. എളിയവനെ വഴിതെറ്റിക്കാനാണ് എളുപ്പം, അല്ലേ? ഇയ്യോബിന്റെ പുസ്തകം 24:4 ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. കണ്ട, ചിലര് സാധുക്കളെ വഴിതെറ്റിക്കുന്നു. ഇപ്പം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മളൊരു ആപത്ഘട്ടത്തിലായിരിക്കുമ്പോൾ ഓടി വന്ന് ഒരു 10,000, 5,000, 10,000 അല്ലെങ്കിൽ 50,000 രൂപ സഹായിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ദുഷ്ട മനസ്സുണ്ട്. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ദുഷ്ട മനസ്സ്. ആ മനസ്സിനെ കുറിച്ച് യെശയ്യാവ് പറയുന്നത് 10-ാം അധ്യായം 1-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ച്. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുവാനും. കണ്ട, എന്തിനാണ് ഈ സഹായിച്ചത്? എളിയവരുടെ അവകാശത്തെ ഇല്ലാതാക്കാൻ. നീ നിന്റെ അവശത കഷ്ടത്തിൽ അവൻ സഹായിച്ചവനല്ലേ, നീ അവന് സഹായിര്, കുഴപ്പമൊന്നുമില്ല. ഈ അവകാശത്തെ ഇല്ലാതാക്കാൻ ഒരു തന്ത്രം മെനയണതാണെന്ന് ദൈവത്തിനറിയാം. പക്ഷേ ഈ അവകാശം നന്മ വാങ്ങുന്ന വ്യക്തിക്ക് അറിയില്ല ഇതെന്തിനാണ് കൊടുത്തതെന്ന്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആപത്ഘട്ടത്തിൽ നമ്മളെ എന്ത് ചെയ്തു? സഹായിച്ചു. പക്ഷെ അതിനപ്പുറമായിട്ട് ഒരു ദുഷ്ട ലക്ഷ്യം അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ അത് ക്രിസ്തുവിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് വ്യക്തമായി പറയുന്നു. വായിച്ചേ. കണ്ട, വിധവമാർക്ക് തങ്ങൾക്ക് കൊള്ളയായി തീരേണ്ടതിനും
അനാഥരെ തങ്ങൾക്ക് ഇരയാക്കേണ്ടതിനും ആ നീതികെട്ട ചട്ടം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയ മക്കളെ, ഇന്ന് ഏത് ചട്ടം എഴുതിയാലും ആക്കാ ദോഷം എളിയവർക്ക് തന്നെയാണ്. നിസാരം മാസം 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന, പെൻഷൻ വാങ്ങിക്കുന്ന 60 വയസ്സിന് മേൽക്കഴിഞ്ഞവർക്ക് 1200 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീട് പാടില്ല. കാറ് അവർക്ക് പാടില്ല. ഇവിടെ ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങുന്നവർക്ക് 1500 2300 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വയ്ക്കാം. 3-4 കാറുകൾ എന്ത് ചെയ്യാം, അവർക്ക് വീട്ടിയിടാം. എത്ര? 1 ലക്ഷത്തിന് പുറത്ത് പെൻഷൻ വാങ്ങുന്നവർക്ക്. അതേസമയം 1600 രൂപ പെൻഷൻ വാങ്ങുന്നവൻ്റെ പുറത്താണ് ഈ ചട്ടം, നീതികെട്ട ചട്ടം എഴുതി വയ്ക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയോ ഉള്ള കാര്യമല്ല. ക്രിസ്തുവിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് അന്നേ എന്ത് ചെയ്തു? എഴുതി വെച്ചു. നീതികെട്ട ചട്ടം എഴുതി വയ്ക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഇവർ അടുത്ത് ചെയ്യുന്നത്, ആമോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കണമേ, അവനോട് കൈക്കൂലി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ 60 വയസ്സിന് മേൽക്കഴിഞ്ഞവർ പെൻഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ആധാർ കാർഡിൽ ഒരു വയസ്സിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാൽ എന്തെല്ലാം ചോദ്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം അല്ലേ? അത് വാങ്ങാൻ പോയിട്ടുള്ളവർക്കറിയാം. പിന്നെ അവിടെ നിന്ന് പരിശോധനയ്ക്ക് ആള് വരും. വീട് എത്ര നിലയുണ്ട്, കാറുണ്ടോ, ഇപ്പം താമസിക്കുന്നത് ആരെ വീട്ടിലാണ്, സ്വന്തം വീട്ടിലാണോ മോൻ്റെ വീട്ടിലാണോ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ, പെൻഷൻ വാങ്ങുന്നവർക്ക് ഇത് വല്ല ചോദ്യമുണ്ടോ? ഉണ്ടോ? ഒരു ചോദ്യവും ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. കോഴയ്ക്കായിട്ട് ഇതൊക്കെ എന്തിനാണ്? കൈക്കൂലിക്ക് വേണ്ടിയാ. കൈക്കൂലിക്ക് വേണ്ടി. വായിച്ചേ. അവർക്ക് എന്തിനാണ് ഈ പാവപ്പെട്ടവൻ്റെ കോഴ വാങ്ങുന്നത്? വലിയ വീട്, 1600 രൂപ കൊടുക്കുന്നവൻ്റെ കോഴ വാങ്ങുന്നത് അവർക്ക് വലിയ വീട് വെക്കേണ്ടതിന്. അതിൽ പാർക്കയില്ല ദാനം. ദൈവം പറയുകയാണ്, അതിനകത്ത് നീ പാർക്കയില്ല ദാനം. വീഞ്ഞു കുടിക്കേയില്ല ദാനം. ചിലരെല്ലാം പ്രിയ ദൈവമക്കളെ ഈ പൈസ വാങ്ങിച്ച് പള്ളി പണിയണത്, കോഴയായ പൈസ വാങ്ങി പള്ളിപ്പണി നടത്തും. അതിനകത്തുള്ള തിരുമേശ അനുഭവിക്കാൻ ദൈവം അനുവദിക്കില്ല. ഇത് മനസ്സിലായോ? അതിനകത്ത് തിരുമേശ കുടിക്കാൻ ദൈവം അനുവദിക്കില്ല. അവരെ എന്ത് ചെയ്യും? അവിടെ നിന്ന് പറിച്ചു കളയും. വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ആലയത്തിൽ വരണമെങ്കിൽ ഒരു കള്ളനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആരെന്നറിയാമോ? കച്ചവടം ചെയ്യുന്നവർ. അവരെ കയ്യിൽ എപ്പോഴും എന്ത് കാണും? അവരെ ഏത് ജാതിയായിട്ടാണ് ദൈവം കണക്ക് കൂട്ടിയിരിക്കുന്നത്? അവരെ ആലയത്തിലാണ് വരുന്നത് കനാന്യനായിട്ട്. അവൻ്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ട്? കള്ളത്തിലാസ് ഉണ്ട്, അല്ലേ? ഹോശയ്യ പ്രവചനം 12-ന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാക്കിയാട്ടെ. ഹോശയ്യ 12-ന്റെ 7. കേട്ടാ, കച്ചവടം ചെയ്യുന്ന ജാതിയെ
മനുഷ്യരെ ദൈവം എന്തായിട്ടാണ് കണക്കൂട്ടുന്നത്? കനാന്യൻ. അവൻ്റെ കയ്യിൽ എപ്പോഴും കള്ളത്തിലാസ് ഉണ്ടോ? ദൈവമക്കളെ ആക്ഷേപിക്കുന്നവൻ, ദൈവമക്കളെ കാളയെന്ന് കാണുന്നവൻ അപ്പം കനാന്യനാ. അവരോട് ചേരാൻ പാടില്ല. പോട്ടെ, ആമോസിന്റെ ലേഖനം തന്നെ മടക്കി വന്നേ 8-ാം അധ്യായം എടുത്ത് അതിൻ്റെ 4-ാം വാക്യം തൊട്ട് വായിച്ച്. കണ്ട, ഇവരെല്ലാം ശ്രമിക്കുന്നത് ദേശത്തിലെ സാധുക്കളെ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, ഈ സാധുക്കളെ ആദരിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഈ സാധുക്കളെ ആദരിക്കണം. ദാവീദിന്റെ അവസാനത്തെ പ്രാർത്ഥന അടങ്ങിയ പുസ്തകം ഏതാണ്? ദാവീദിന്റെ അവസാനത്തെ പ്രാർത്ഥന, ഇശായി പുത്രന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചു എന്ന് പറയപ്പെടും. സങ്കീർത്തനം 72. അതിൽ ശലോമോനാണ് ആ സങ്കീർത്തനം എഴുതിയതെങ്കിലും ശരിക്കും ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവസാനത്തെ വാക്യം, ഇശായി പുത്രന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചു. ഇതിനകത്ത് അതിൻ്റെ 4-ാം വാക്യം, സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം, ശലോമോൻ തൻ്റെ മകനോട് പറയുന്ന ഒരു വാക്യം. കണ്ട, ജനത്തിൻ്റെ എളിയവർക്ക് ശലോമോനോട് പറയുകയാണ് ന്യായം പാലിച്ചു കൊടുക്കണം, പണക്കാർക്കല്ല. പ്രിയ ദൈവമക്കളെ, എപ്പോഴും ആലയത്തിനകത്ത് നടക്കേണ്ട ഒരു ശുശ്രൂഷയാണ് എളിയവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുക എന്നത്. കാരണം സങ്കീർത്തനം 12:5 നമ്മൾ വായിച്ചാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, സങ്കീർത്തനം 12. കണ്ട, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിനകത്ത് അകത്താക്കും. എളിയവൻ എവിടെ പീഡ നിമിത്തം കരയുമോ അവിടെ ദൈവം രക്ഷയ്ക്കായി എണീക്കും. അവിടെ എണീക്കും, ഉറപ്പ് തന്നെയാണ്. പക്ഷെ ഈ എളിയവർക്ക് പറ്റിക്കിടക്കുന്ന കുഴപ്പം എന്തെന്നറിയാമോ? ദൈവം പറഞ്ഞു ഇണയില്ല പിണ കൂണരുത്. പക്ഷെ ഇവരിന്നും ഇണയില്ല പിണയ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇതുകൊണ്ടാ ദൈവം എണീക്കാത്തത്. പക്ഷെ ഇണയില്ല പിണ കൂടാതെ ദൈവത്തോട് നിലവിളിച്ചാൽ നിശ്ചയമായിട്ടും എളിയവർക്ക് വേണ്ടി എണീറ്റ് വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കാരണം 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 7. കണ്ട, എളിയവരുടെ ജീവിതത്തിൽ എന്താണ്? പുറത്ത് പ്രാർത്ഥന, അകത്ത് യുദ്ധമാണ്. ജീവിതത്തിൽ കഷ്ടതയാണ്, ജീവിതത്തിൽ വേദനയാണ്. ആ വ്യക്തികളെ ആശ്വസിപ്പിക്കുന്ന ദൈവം. കാരണം ഈ എളിയവന്റെ ജീവിതത്തിനകത്ത് ശലോമോൻ പറയുന്ന ഒരു വേദഭാഗമുണ്ട്. ആ സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. കേട്ടാ, ശരിക്കും എളിയവന്റെ ഹൃദയത്തിന്റെ ദുഃഖം അറിയുന്നത് ആര് മാത്രമാണ്? അവന്റെ ഹൃദയം മാത്രമാണ്.
മറ്റാർക്കും അതിനകത്ത് ഇടപെടാൻ കഴിയില്ല. ഈ ഹൃദയത്തെ നോക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹൃദയം ഒന്നുകൂടെ വായിച്ചേ. സ്വന്തം ദുഃഖത്തെ അറിയുന്നു. അതിൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ആർക്കും ഇടപെടാൻ കഴിയില്ല. പ്രിയ ദൈവമക്കളെ, എൻ്റെ ഹൃദയത്തിലായിരുന്നാലും നിങ്ങളുടെ ഹൃദയത്തിലായിരുന്നാലും ദുഃഖത്തിലും സന്തോഷത്തിലും ആർക്കും ഇടപെടാൻ കഴിയില്ല. ഇടപെടാൻ കഴിയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആർക്കും അതിനകത്ത് ഇടപെടാൻ കഴിയില്ല. അതിൻ്റെ 13-ാം വാക്യം വായിച്ച്. എളിയവന്റെ ഹൃദയം കണ്ട, അവൻ പുറമേ ചിരിക്കുന്നു. അവ എന്ത് ചെയ്യുന്നു? പുറമേ ചിരിക്കുന്നു. അകം എന്താണ്? ദുഃഖിച്ചിരിക്കുകയാണ്. അവൻ ആലയത്തിൽ വരുമ്പോൾ സഹോദര സ്തോത്രം, സഹോദരി സ്തോത്രം എന്ന് പറയുമ്പോഴും അവന്റെ ഹൃദയം എന്ത് ചെയ്തിരിക്കുകയാണ്? ദുഃഖിച്ചിരിക്കുകയാണ്. നമ്മളൊരു ചിരി വരുത്തുന്നു അല്ലെ? ഒരു ചിരി എല്ലാവരുടെ മുമ്പിലും വരുത്തുന്നു. പക്ഷേ അവന്റെ ഹൃദയം ദുഃഖിച്ചിരിക്കുന്നത്, ഹൃദയത്തിൽ ഇടപെടുന്നത് അവനും ഇടപെടാം ദൈവത്തിനും. ദൈവത്തിന് മാത്രമേ അവന്റെ ഹൃദയത്തിലെ ദുഃഖം അറിയാൻ കഴിയൂ, വേദന അറിയാൻ കഴിയൂ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം വായിച്ച. സന്തോഷത്തിന്റെ അവസാനം എന്തായിരിക്കും അവന്? ഒരു സഭാരാധന കഴിഞ്ഞിറങ്ങി പോകുമ്പോഴും അവന് ദുഃഖം മാത്രമാണ്. എല്ലാവരും സന്തോഷിക്കുന്നു, പാട്ടുപാടുന്നു. പക്ഷെ എളിയവൻ എന്ത് മാത്രമേ ഉള്ളൂ? ദുഃഖം മാത്രമേ ഉള്ളൂ. എൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. കണ്ട, ദരിദ്രനായ ഒരു വ്യക്തിയെ, കടഭാരമുള്ള ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, നമ്മൾ വെറുക്കപ്പെടുന്ന രീതിയിൽ നമ്മൾ കഷ്ടത അനുഭവിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കൂട്ടുകാർ പോലും, വേറെ 19-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, സഹോദരങ്ങൾ പോലും അവനെ എന്ത് ചെയ്യും? വെറുക്കും. നമ്മൾ അവന്റെ വീട്ടിൽ ചെല്ലുന്നത് പോലും അവൻ എന്താണ്? വെറുപ്പായി തോന്നും. പ്രിയ ദൈവമക്കളെ, ഞാൻ പഠിച്ചൊരു പാഠമാണ്. കഷ്ടതയുള്ളപ്പോൾ ഒരു സഹോദരന്റെ വീട്ടിൽ എന്ത് ചെയ്യരുത്? പോകരുത്. കാരണം അവർ സന്തോഷത്തോടെ അല്ല നമ്മളെ സ്വീകരിക്കുന്നത്, വെറുപ്പോടെയാ. പക്ഷേ ഈ സഹോദരനെ സഹായിക്കണമെന്ന് ചോദിച്ചാൽ സഹായിക്കണം അല്ലേ? ആവർത്തന പുസ്തകം 15-ാം അധ്യായം, ആവർത്തനം 15-7 വന്ന് വായിച്ചേ. ആരാണോ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നത് അവർക്ക് ഉള്ള ഉത്തരവാദിത്വമാണ് ഇവരെ സഹായിക്കുക എന്നുള്ളത്. വായിച്ച താഴോട്ട് വായിച്ച. ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. അവൻ വീട്ടിൽ വന്നാൽ ശല്യം. ദേശത്തെ ഇവൻ ഒരു സ്വസ്ഥത കൊടുക്കണില്ല, ഇവിടെയും കയറി വന്ന് സ്വസ്ഥത നശിപ്പിക്കുന്നവൻ എന്ന വാക്ക് നിന്റെ വായിൽ നിന്ന്, സാമ്പത്തികമുള്ളവന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? വീഴരുത്. കാര്യം ഒരു വിളി കിടക്കുന്ന 4-ാം തലമുറ വരെ. വീഴരുത്. അടുത്ത. അവന് വേണ്ടി നിന്റെ കൈ എന്ത് ചെയ്യണം? തുറക്കണം, നന്മ കൊടുക്കണം. നിന്റെ വീട്ടിൽ വന്നാൽ നീ നന്മ കൊടുക്കണം, നന്മ കൊടുക്കണം. അടുത്ത്. അവന് ബുദ്ധിമുട്ടിന് ആവശ്യമായത് നീ അവൻ എന്ത് ചെയ്യണം? വായ്പയായി കൊടുക്കണം.
ആ നോക്കണമേ, അവന് വായ്പ കൊടുത്താൽ 7 വർഷം കഴിയുമ്പോൾ അവന് തിരിച്ചു തരാൻ മനസ്സില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? ഇളച്ച് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ കൊടുക്കൂല എന്ന് നിന്റെ ഹൃദയത്തിനകത്ത് നീ തോന്നരുത്. നിന്റെ ഹൃദയത്തിനകത്ത് അത് തോന്നരുത്. കണ്ട, എളിയവർക്ക് നേരെ ദൈവത്തിന്റെ പദ്ധതി കണ്ട. ഒരു കുടുംബത്തിൽ എല്ലാവരും പണക്കാരായിരിക്കില്ല, ആണോ? ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും എന്ത് ചെയ്തിരിക്കും? ആണോ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാറില്ല? ഏതെങ്കിലും ഒരു 4 പേരോ 5 പേരോ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അതിനകത്ത് വിഴുന്നുപോയ വ്യക്തിയായിരിക്കും. നഷ്ടപ്പെട്ട സമകല നന്മകളും നഷ്ടപ്പെട്ടു പോയ വ്യക്തിയായിരിക്കും. ആ വ്യക്തിക്ക് നേരെ നീ കൈ തുറക്കണം. അവന്റെ നേരെ നീ എന്ത് ചെയ്യരുത്? കൈ അടച്ചു പിടിക്കരുത്. അടുത്ത നോക്കണമേ. അപ്പൊ ആ വ്യക്തി, പണക്കാരനായ വ്യക്തി പാപം ചെയ്യണ്ട. ചെയ്യണോ? ഈ പാവപ്പെട്ടവന് കൊടുക്കാത്തതാണ് പാവം. അവൻ ചെന്നിരുന്നും കൊണ്ട്, വീട്ടിൽ ചെന്നിരുന്നും കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്, അവരെന്ത് ചെയ്തില്ല, എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് പാവം. അവന്റെ ജീവിതത്തിലെ പാവം. മനസ്സിലായ? ഒരു സാമ്പത്തികമുള്ളവൻ വീട്ടിൽ വന്ന് പാവപ്പെട്ടവൻ വീട്ടിൽ വന്ന് ആദരിക്കണം. അവനെ സ്നേഹത്തോടെ വീട്ടിൽ സ്വീകരിക്കണം. പണക്കാരൻ വീട്ടിൽ വന്നാൽ പൊതിക്കെട്ടുള്ളതായിട്ട് വരും. പാവപ്പെട്ടവൻ വന്നാൽ ഒന്നും എന്ത് ചെയ്യില്ല, അവന്റെ കയ്യിൽ തരാൻ ഒന്നും കാണൂല. അടുത്ത് കേട്ടാ, അവന് കൊടുത്താൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അടുത്ത് കേട്ടാ, ഇങ്ങനെയുള്ളവർ നിന്റെ കുടുംബത്തിൽ അറ്റുപോവേയില്ല. പ്രിയ ദൈവമക്കളെ, 4 പേര് നമ്മളെ കുടുംബത്തിൽ, 5 അല്ലെങ്കിൽ 10 പേരുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരാൾ ആരായിരിക്കും? ദരിദ്രനായിരിക്കും. ഇത് ദൈവം വെക്കുന്നതാ. നമ്മളെ ആയിരിക്കും അവൻ പഠിക്കാത്തത് കൊണ്ടാണ്, അവൻ വളരാത്തത് കൊണ്ടാണ്, അവൻ്റെ ബിസിനസ് പൊട്ടിയത് കൊണ്ടാണ്, അവൻ അങ്ങനെ ആയത് കൊണ്ടാണ്, അവൻ്റെ സ്വഭാവം അങ്ങനെ അല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയ്ക്കായി വെക്കുന്നതാണ് ഈ വ്യക്തി. ഈ വ്യക്തിയെ നീ എങ്ങനെ കാണുന്നു? ഈ വ്യക്തിയോട് നീ എങ്ങനെ ഇടപെടുന്നു? ഈ വ്യക്തിയോട് നിന്റെ സ്വഭാവം എങ്ങനെ, നിന്റെ പ്രവൃത്തി എങ്ങനെ, നിന്റെ സാഹചര്യം എങ്ങനെ എന്നറിയാനായിട്ട് ദൈവം വെക്കുന്നതാ. പക്ഷെ പലപ്പോഴും നമുക്കെന്തില്ല, ഈ ചിന്ത വരുന്നില്ല. കാരണം ദൈവം എളിയവരെയാണ് ആശ്വസിപ്പിക്കുന്നത്. അല്ലേ? പൗലൂസ് പറഞ്ഞ അങ്ങനെയല്ലേ? എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, പണക്കാരനെ അല്ല. പണക്കാരന് പണം കൊണ്ട് പലതും നേടാം, പക്ഷേ എളിയവരെയാണ് ദൈവം ആശ്വസിപ്പിക്കുന്നത്. അതിനൊരു വാക്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു. 2 കൊരിന്ത്യർ ലേഖനം തന്നെ 8-ാം അധ്യായം, ഹല്ലേലൂയ സ്തോത്രം, അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണെന്നൊന്ന് വായിച്ചു നോക്കട്ടെ. അതല്ല, അവൻ അതെത്രാമത്തെ വാക്യം? 9.
കണ്ട, കർത്താവ് എന്തിനാ ദരിദ്രനായതാ? കർത്താവിൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാൻ. അല്ലേ? കർത്താവ് ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്താണ്? കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്ത പ്രവൃത്തി ഫിലിപ്പിയ ലേഖനം 2:5 വായിച്ചേ. സമത്വം. നമുക്കൊരു തോന്നലുണ്ട്, ഡിഗ്രി പഠിച്ചവനെ എന്ത് ചെയ്യും? കൈ കൊടുക്കും. അല്ലേ? കോട്ടിട്ട് വന്നാൽ കോട്ടിട്ടവനെ കൈ കൊടുക്കും. സാമ്പത്തികമായിട്ട് ഒരേ അളവിലുണ്ടെങ്കിൽ അവന് കൈ കൊടുക്കും ആദ്യം. മറ്റവൻ പാവപ്പെട്ടവനാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, അവിടെ നിൽക്കണമെങ്കിൽ കാണാത്ത ഭാവം നടിച്ച് എന്ന് മറ്റവൻ എന്ത് ചെയ്യും? ഇതാണ് ആദ്യം നമ്മളിൽ നിന്ന് മാറേണ്ടത്. സമത്വം. എനിക്ക് സമത്വമുള്ളവന് നേരെ ഞാൻ കൈ കൊടുക്കും. എൻ്റെ കർത്താവ് ആദ്യം ചെയ്ത പ്രവൃത്തിയാ സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കാതെ. കർത്താവ് സമത്വം മുറുകെ പിടിച്ചെങ്കിൽ ഈ ഭൂമിയിലേക്ക് വരില്ലായിരുന്നു, ഒരിക്കലും വരില്ലായിരുന്നു. കാരണം ഞാൻ ദൈവമാണ്, പിതാ പുത്ര പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവമാണ്. എനിക്ക് താഴോട്ട് ചെന്ന് അടി വാങ്ങിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഒരു പശുത്തൊഴുത്തിൽ കിടക്കേണ്ട കാര്യം എനിക്ക്. ഈ സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ കർത്താവ് എന്ത് ചെയ്തു? ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ദാസരൂപം എടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ത് ചെയ്തു? ദാസരൂപമാണ്. ഒരു വിശേഷതയില്ലാത്ത മനുഷ്യനായിട്ട് എന്ത് ചെയ്തു? വിളങ്ങി. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഈ സ്വഭാവം നമുക്കുണ്ടാകട്ടെ. ഉറപ്പായിട്ടും ഈ സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. ഒന്നിലും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകരുത്. സമത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയുള്ളവനാണ്, ഞാൻ ഇങ്ങനെയുള്ളവളാണ് എന്ന മനോഭാവം എന്ന് നമ്മളിൽ നിന്ന് മാറ്റുന്നുവോ അന്ന് ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യും. അന്ന് നമുക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലായില്ലേ? അന്ന് ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. ആ ചിലത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, ചെയ്യുന്നത് തുടങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. നോക്കണമേ, നീ ഇരുട്ടില. നീ എന്തിലായിരിക്കുന്നു? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഇരുട്ടിലിരുന്നപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? ഒരു നന്മയും ഉണ്ടോ? ഒരു നന്മയുണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മളൊരു തീരുമാനം എടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ചില നന്മകൾ തടസ്സമായിരിക്കുന്നത് ഞാൻ എളിയവനെ ആദരിക്കാത്തത് കൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശം ഇതുവരെ തന്നിട്ടില്ല. മനസ്സിലായ? എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പ്രകാശം ദൈവം തന്നിട്ടില്ല. ആ പ്രകാശം ദൈവം തന്നപ്പോൾ ഇരുട്ടിനെ മാറ്റി.
വെള്ളത്തെ മാറ്റി ജനത്തിന് താമസിക്കാനുള്ള ഭവനം വെക്കാനുള്ള ഹല്യാസ്തോത്രം കര ദൈവം കാണിച്ചു കൊടുത്തു. അപ്പൊ ഇത് വെളിച്ചം വന്നാലേ സാധിക്കൂ. വെളിച്ചം വരണമെങ്കിൽ വിശപ്പുള്ളവന് നീ തൃപ്തി ചെയ്യണം. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ദുഷ്പ്രവണതയെന്ന് പറയുന്ന യാക്കോബ് രണ്ടാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബ് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്തുകയാ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. 2:1 തൊട്ട് വായിച്ചേ. മുഖപക്ഷം കാണിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. അത് കല്യാണത്തിനുണ്ട്, തിരുമേശയ്ക്കുണ്ട്, അത് സ്നാനത്തിനുണ്ട്, അത് അടക്ക ശുശ്രൂഷയ്ക്കും ഉണ്ട്. സ്നാനത്തിന് കൊണ്ടുപോയാൽ ഇതിന് സാമ്പത്തികമുള്ളവനെടുത്താണെങ്കിൽ കുറേ വചനം അങ്ങ് കൂടുതൽ എന്ത് ചെയ്യും? പ്രസംഗിക്കും. യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് ഈ വെള്ളത്തെ പഥ്യമാക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നാൽ സാമ്പത്തികമായിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ടുപോയാൽ വെള്ളത്തിലിറങ്ങി നിന്ന് ഒരു ജസ്റ്റ് പ്രാർത്ഥനയിൽ എന്ത് ചെയ്യും? തിരുമേശയ്ക്ക് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കാണിക്ക ഇടാത്ത ഒരു സഭയാണെങ്കിൽ ജസ്റ്റ് വചനം ശുശ്രൂഷിച്ചങ്ങ് നിർത്തും. എന്നാൽ സാമ്പത്തികമായിട്ട് അല്ല, കർത്താവിൻ്റെ രക്തത്തിനൊരു വിലയുണ്ട്, 30 വെള്ളിക്കാശ്. ഹല്ലേലൂയ സ്തോത്രം. 30 ദിവസത്തെ ശമ്പളം അല്ലേ? 1 വെള്ളിക്കാശ് 1 ദിവസത്തെ കൂലി. കർത്താവിൻ്റെ രക്തത്തിന് യൂദയിട്ട വില എത്രയാണ്? 30 ദിവസത്തെ കൂലി. തിരുമേശയ്ക്കുള്ള കാണിക്കയാണ് കേട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ കാണിക്ക ഇടുന്നവനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്തിരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കും. ഇനി അടുത്ത വിവാഹത്തിനാണെങ്കിലോ അതും നല്ല. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം കൊണ്ട് ശുദ്ധിയുള്ളവർ ആയി. അതോ ഇനി അടക്ക ശുശ്രൂഷയ്ക്കാണെങ്കിൽ ഇന്ന് അടക്ക ശുശ്രൂഷയ്ക്ക് കാണിക്ക കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ആ കാണിക്ക കിട്ടുന്നിടത്താണെങ്കിൽ അടക്ക ശുശ്രൂഷയ്ക്ക് നല്ല വചനങ്ങൾ എടുത്ത് എന്ത് ചെയ്യും? അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചവിറ്റിക്കുട്ടയിൽ മുഖപക്ഷമായിന്ന്. എന്താണ് മുഖപക്ഷമാ? മുഖപക്ഷം കാണിക്കുന്നു. കണ്ട സഭയിൽ നടക്കുന്ന അന്യായം കണ്ട. പണക്കാരനായ ഒരുത്തൻ വന്ന ഇവിടെ ഇരിക്കാൻ പറയുന്നു, പാവപ്പെട്ടവൻ വന്ന അവിടെ നിൽക്കാൻ പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, അവശനായ ഒരു വ്യക്തി വന്ന അദ്ദേഹത്തിനാണ് ആദ്യം സീറ്റ് കൊടുക്കുക. മനസ്സിലായ? അവർക്കാണ് സീറ്റ് കൊടുക്കുക. ദൈവം നമ്മെ ആദരിക്കും. ഈ ലോകത്തിലെ മനുഷ്യർ നമ്മളെ ആദരിക്കില്ല, പക്ഷെ ദൈവം നമ്മെ ആദരിക്കും, ഉറപ്പ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ, പന്ത്രണ്ടിന്റെ 16, കണ്ട വലിപ്പം. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള വലിപ്പം കാണിക്കാതെ നീ ആരോട് ചേരണം? ഞാൻ പറയാം പ്രിയ ദൈവമക്കളെ, കൃപാവരം ജ്വലിച്ചു നിൽക്കുന്ന ഒരു പാസ്റ്ററേക്കാൾ വിക്കി വിക്കി പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു ദേവദാസൻ വന്ന അവനെയാണ് നിങ്ങൾ ആദ്യം സ്വീകരിക്കുക. ദൈവത്തിന് പ്രസാദം അവരോടെയാണ്.
മറ്റവൻ വാക്ചാതുര്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുന്നു. അവന് കൊടുത്ത കൃപയിൽ നിന്ന് പ്രസംഗിക്കുന്നു. എന്നാൽ എൻ്റെ ദൈവത്തിന് ഇഷ്ടം വിക്കി വിക്കി പറയുന്ന അധരമുള്ളവരോട്. ഇനി പ്രവചനം, രോഗശാന്തി, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, വീര്യപ്രവർത്തികൾ, വചന ശുശ്രൂഷ, അല്ലെ എന്തുമായിട്ട് അവരെക്കാൾ ദൈവം ഇഷ്ടപ്പെടുന്നത് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, വിക്കി വിക്കി പറയുന്ന അധരമുള്ള മനുഷ്യര്. നമ്മൾ സ്വീകരിക്കുമോ? നമ്മൾ സ്വീകരിക്കുമോ? നമ്മൾ പറയും 2000 രൂപ കാണിക്കുകയും കൊടുത്ത് വന്നിട്ട് ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, എന്ത് ചെയ്തില്ല എന്നാ? ഒന്ന് പ്രവചിക്കാൻ പോലും ഒരു പ്രവാചകനെ ദൈവദാസം വിളിച്ചില്ലല്ല. പക്ഷെ ദൈവത്തിന് ആരെ ഇഷ്ടം? വിക്കി വിക്കി പറയുന്ന അധരമുള്ള മനുഷ്യരെ ഇഷ്ടം. വലിപ്പം വയ്ക്കാതെ നമുക്ക് ചിലപ്പോൾ ഹല്ലേലൂയ, വലിയ ദൈവവചന മർമ്മം നമുക്കറിയായിരിക്കും. പക്ഷെ അതിനേക്കാൾ പ്രിയ ദൈവമക്കളെ, ദൈവത്തിനിഷ്ടം ഈ വിക്കി പറയുന്ന മനുഷ്യരെയാണ്. വലിപ്പം കാണിക്കാതെ ഇതിനേക്കാൾ ഞാൻ പ്രസംഗിക്കുമായിരുന്നു, ഇതിനേക്കാൾ ഞാൻ വചനം ശുശ്രൂഷിക്കുമായിരുന്നു എന്ന് പറയാതെ അവരോട് ചേർന്നുകൊള്ളുക. കാര്യം അവന് കിട്ടിയ ദൈവിക തീഷ്ണതയെ അവനൊന്ന് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരോട് ചേർന്ന് കൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഇതാ, അങ്ങനെ ഉള്ളവരെ ദൈവം എന്തൊക്കെ സഹായിക്കുമെന്നാണ് സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വന്ന് നമുക്ക് നിർത്താം. 1, അനർത്ഥ ദിവസത്തിൽ അവനെ വിടുവിക്കും. 2, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. 4, ശത്രുക്കളുടെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിക്കുകയില്ല. 5, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ അവന്റെ കിടക്ക മാറ്റിവിരിക്കും. അടുത്ത വാക്യം കൂടെ നോക്കണമേ. അപ്പൊ ഈ ദീനക്കിടക്ക വരാനൊക്കെ ഉണ്ടായ കാരണം എന്താണ്? ഈ വിഷയത്തിൽ ദൈവത്തോട് പാപം. നിങ്ങൾക്ക് മനസ്സിലായ? എളിയവനെ ആദരിച്ചില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ദൈവം എന്തൊക്കെ വരുത്തി? അനർത്ഥം വരുത്തി, രോഗശയ്യ വരുത്തി. മനസ്സിലായോ നിങ്ങൾക്ക്? ഒറ്റ കാരണം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഇന്ന് പകൽക്കാലം നിങ്ങളെ മാറ്റിക്കളയണം.